ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് കൺസ്യൂമർ ഡ്യൂറബിൾ സെഗ്മെന്റിലെ പ്രമുഖ സ്റ്റോക്കായ വേൾപൂൾ ഇന്ത്യ ലിമിറ്റഡ്. വേൾപൂൾ ഇന്ത്യയുടെ പ്രൊമോട്ടേഴ്സ് 24% സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. $450 മില്യൺ തത്തുല്യമായ ഷെയറുകളാണ് പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 1332 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. അവിടെ നിന്നും 1230 രൂപ എന്ന ഡിസ്കൗണ്ട് പ്രൈസിൽ, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 8% ഡിസ്കൗണ്ടിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുന്നു. ആദ്യം 15% സ്റ്റേക്ക് സെല്ലിംഗ് ആയിരിക്കും നടത്തുക. അതിനുശേഷം ഡിമാൻഡ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 9% സ്റ്റേക്കുകൾ കൂടി സെൽ ചെയ്യും. വേൾപൂൾ ഇന്ത്യ എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. വേൾപൂൾ മൗറീഷ്യസ് എന്ന ഫോറിൻ പ്രൊമോട്ടറാണ് കമ്പനിയുടെ പ്രൊമോട്ടർ. ജനുവരി മാസത്തിൽ 24% സ്റ്റേക്ക് സെൽ ചെയ്യാൻ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനമെടുത്തിരുന്നു. വേൾപൂൾ കോർപ്പറേഷന് മുകളിൽ $1 ബില്യൺ മുകളിലുള്ള ഡെപ്റ്റ് ഉണ്ട്. ഈ ഡെപ്റ്റ് കുറയ്ക്കുന്നതിനും കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയാണ് പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെൽ നടത്തുന്നത്. വേൾപൂൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം സ്റ്റോക്ക് അത്ര മികച്ച പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കല്ല. കഴിഞ്ഞ 3 മാസം കൊണ്ട് 16% നെഗറ്റീവ് റിട്ടേണും 1 വർഷം കൊണ്ട് വെറും 3% റിട്ടേണുമാണ് നൽകിയത്. കമ്പനിയുടെ പ്രോഫിറ്റിലോ സെയിൽസിലോ കൺസിസ്റ്റൻസി കാണാൻ സാധിക്കുന്നില്ല. 2022 ഡിസംബർ ക്വാർട്ടറിൽ 27 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടി. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 30 കോടിയായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ 38 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 30 കോടിയിലേക്ക് ഇടിഞ്ഞു. 1300 കോടിയിൽ നിന്നും സെയിൽസ് 1536 കോടിയായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. സെയിൽസിലും പ്രോഫിറ്റിലും ഇൻകൺസിസ്റ്റൻസി കാണുന്നുണ്ട്. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 3.6% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 12.6%, പബ്ലിക്കിന് 8.7% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഉണ്ട്. സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. 1700 ആയിരുന്നു സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ്. അവിടെ നിന്നും സ്റ്റോക്കിൽ ഹെവി കറക്ഷൻ വരികയും സ്റ്റോക്ക് 1300 എത്തുകയും ചെയ്തു. ഇന്ന് ഡിസ്കൗണ്ട് സെല്ലിങ്ങോടുകൂടി സ്റ്റോക്ക് 1230 എത്തും. അവിടെ നിന്നും ഫർദർ കറക്ഷൻ തുടരുകയാണെങ്കിൽ 1150 ആയിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട്. പവർ സെഗ്മെൻറ്റിലെ കമ്പനികളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. പവർ സെഗ്മെൻറ്റിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കായി മാറിയിട്ടുണ്ട് ടോറൻറ്റ് പവർ. ടോറൻറ്റ് പവർ ഉത്തർപ്രദേശിൽ പമ്പ് സ്റ്റോറേജ്, ഹൈഡ്രോ, ഗ്രീൻ ഹൈഡ്രജൻ, സോളാർ എനർജി ജനറേഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം 25,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിൽ ശ്രദ്ധിക്കാം. 750 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം സ്റ്റോക്കിൽ തുടർച്ചയായ ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൗട്ട് നൽകുകയും 1180 എത്തുകയും ചെയ്തു. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് റാലി, അതിനുശേഷം കൺസോൾട്ടേഷൻ, വീണ്ടും റാലി, കൺസോൾട്ടേഷൻ, ഈ രീതിയിലുള്ള ട്രെൻഡാണ്. സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിലാണ്. 1215 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഹയർ സൈഡിലേക്കുള്ള മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും ഇന്ന് നമ്മൾക്ക് 2 സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യണം. ഒന്ന് മിൻഡ ഇൻഡസ്ട്രീസും രണ്ടാമത്തേത് CIE ഓട്ടോമോട്ടീവ് ഇന്ത്യയും. മിൻഡ ഇൻഡസ്ട്രീസിൽ മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. CIE ഓട്ടോമോട്ടീവ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ നിരാശാജനകമായ പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 9.1% ഇടിഞ്ഞ് 177 കോടിയായി മാറി. കമ്പനിയുടെ റവന്യൂ 0.3% ഇടിഞ്ഞ് 2240 കോടിയായി മാറിയിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ CIE ഓട്ടോമോട്ടീവ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. NHPC, NBCC പോലുള്ള PSU സെക്ടറിലെ സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിച്ചവർക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. സ്റ്റോക്ക് NBCC എന്ന സ്റ്റോക്ക് 175 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും 125 രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 141 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. PSU സെക്ടറിലെയും മിഡ് ക്യാപ് സെക്ടർ സ്റ്റോക്കുകളിലും വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു NBCC 175 നിന്നും 125 രൂപയിലേക്ക് ഇടിഞ്ഞത്. സാധാരണഗതിയിൽ PSU സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ന്യൂസ് വരികയാണെങ്കിൽ ന്യൂസിനനുസരിച്ച് സ്റ്റോക്ക് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. NBCC എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം കമ്പനിക്ക് 369 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചു. റാണി ലക്ഷ്മിബായി സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെൻറ്റ് വർക്കും ICAയുടെ റിനോവേഷൻ ആൻഡ് ഫർണിഷിംഗ് പ്രോജക്റ്റും NBCC ഇന്ത്യ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ PSU സെഗ്മെൻറ്റിലെ NBCC ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്